മീൻസ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. ഒരു കളം അവൻ നമ്മളെ കയറിവിട്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർഡിയുടെ പേരിൽ അലിഗേഷൻ. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി മരിക്കുന്നു, ലോക്കപ്പ് മരുന്ന്. നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും ഒരു ആയുധമില്ലാതെ. അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. ചോദിച്ചു കഴിയുന്നവരെ അനങ്ങി പോരുത്. റവന്യൂ ഇന്റലിജൻസ് സഹകരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. ഒന്നും വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയ കുടിലുകളുടെയും കൊട്ടാരങ്ങളുടെയും കണക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ കൊട്ടാരത്തിനകത്ത് കയറി എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിനക്കൊക്കെ അധികാരം തന്നത്? ഞാൻ ജില്ലാ കളക്ടർ ഇന്ദിരാമായന. എനിക്ക് ഈ കൊട്ടാരത്തിൽ കയറാൻ നിങ്ങളുടെ പോലും അനുവാദം വേണ്ട. അന്തപുരത്തിലെ പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയറകൾ ഓരോന്നായി തുറന്ന് കാണിക്കണം തമ്പുരാൻ. നടക്കട്ടെ. എങ്കിലും കളക്ടറോട് ഒരു അപേക്ഷയുണ്ട്. ഇവിടുത്തെ അടുത്ത ഇളക്കി മറിക്കാൻ പോകുന്ന പാവം മെസ്സേജ് പോലീസുകാരൻ അറിയില്ല ചവിട്ടി നിൽക്കുന്ന ഈ രാജകൊട്ടാരത്തിന്റെ പരിശുദ്ധി. അത് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നൊരിക്കൽ കളക്ടറും മന്ത്രിയും കൂടി പടയോട്ടത്തിന് അകമ്പടി വരാൻ പറഞ്ഞാൽ ഓടി വരാൻ പാവം ഈ പോലീസുകാരന് ശേഷി ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇത്തരം കാറ്റി മൊഴികളൊന്നും ഈ പൊന്നുമൊബൈൽ നിന്ന് വിളിച്ച് പിഴമ്പരുത്. താൻ തല്ലി തുറന്ന് അകത്തുന്ന ആളുകളിലാണ് പണ്ടത്തെ മഹാന്മാരായ ചക്രവർത്തിമാരുടെ നാട് ഭരിച്ചിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കുന്നേ ഉള്ളൂ. കാട്ടുടെയും കൂട്ടുടെയും കൊട്ടാരമത്സരം നടക്കട്ടെ. മുന്തി വരുന്ന പൊന്നും പോഴുമൊക്കെ എന്നെ ഒന്ന് കാണിക്കാനുള്ള സന്ദർഭമുണ്ടാകണം കളക്ടർ ഇന്ദിരാ നായനാർക്ക്. ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഊരമറിഞ്ഞ് വിളി തുടങ്ങി. അറ്റൻഡ് ചെയ്തോളൂ. ഇനി അവളോടൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, നീയും നിന്റെ ഭർത്താവുമാണ്. അവിടെ നിൽക്കണം. ഭഗവാനെ രക്ഷിക്കാൻ പോകും നമ്മൾ തടയരുത് കേട്ടോ. 75 വർഷമായി തെറ്റിക്കാത്ത മതിവാ. സ്വേച്ഛ കഴിയുന്നവർ ആരും ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ഏത് വലിയ പറയാനാലും ശരി. സേവിയർ ആരോടാണ് കരുക്കുന്നതെന്നറിയാമോ? പൊന്നമ്പുരാൻ ക്ഷമിക്കണം, പതിവ് തെറ്റിക്കണ്ട. ചെന്നാൽ സന്തോഷമായി. നമ്മൾ തടഞ്ഞതിന് ഇയാളോട് പരിഭവിക്കണ്ട കേട്ടോ. അയാൾ അയാളുടെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പോട്ടെ. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ള പുരാവസ്തുക്കളാണിവ. പഴയ തമ്പുരാക്കന്മാരുടെ പള്ളിവാളുകളും മുടവാളുകളും രത്നക്രിയകളും. സംശയമുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഈ കവർ തുറന്നോക്കാം. എല്ലാം 200 വർഷങ്ങൾ വരെ കാലപ്പഴക്കമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സയന്റിഫിക് റിപ്പോർട്ട്. ഇനിയും ഈ നിലവറയിൽ നിന്ന് ഉരുകണോ കളക്ടർക്ക്? ലജിക്കണ്ട, നിങ്ങളുടെ മുഖ്യമന്ത്രി വരെ നിന്നുരുകയായിരിക്കും ഇപ്പോ. പിന്നെയാണോ നിസ്സാരയായ കളക്ടർ? എന്താ നേനാതെ അടിക്കാൻ പറയണം. തമ്പുരാൻ, ഇതൊക്കെ കൊട്ടാരത്തിന്റെ രേഖകളിൽ പെടാത്ത അങ്ങയുടെ മകന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ്. നാം അറിഞ്ഞതല്ല നേനാതെ. അറിയാം തമ്പുരാൻ. ഇതൊക്കെ എവിടേക്ക് കടത്താനാ പ്രതാപവർമ്മ തന്നോട് പറഞ്ഞത്? പിള്ളസാറിന്റെ വീട്ടിലേക്ക്. തക്കതായ രേഖകളില്ലാത്ത 100 കോടി രൂപയുടെ ബിനാമി സ്വത്തുക്കൾ പോലീസിന്റെ സഹായത്തോടെ റവന്യൂ വകുപ്പ് കണ്ടുകെട്ടി. ഇതിന്റെ പിന്നിലുള്ള ഉന്നതൻ ഉടൻ തന്നെ പിടിയിലാകുമെന്ന് DGP ശ്രീ പത്മനാഭപിള്ള തന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. എന്നെക്കൊണ്ട് തന്നെ അവനത് പറയിപ്പിച്ചു. പ്രസ് മീറ്റിംഗിൽ ഞാനത് പറയുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടുകയാണ്. പോയി, എല്ലാം കൊണ്ടുപോയി. 100 കോടി കണി കാണാൻ പറ്റുമോ നമുക്കിനി ജന്മം? അവനെ തളക്കാൻ ഒരു വഴിയും തനിക്ക് പറയാനില്ല. എല്ലാ വഴികളും കൂട്ടി സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് പോകേണ്ടി തമ്പുരാനെ? പറയുമ്പോൾ സ്റ്റേറ്റ് പോലീസിലെ രാജാവായിട്ട് എന്നെ കിരീടം വെച്ച് കുടിയിരിച്ചിരിക്കുകയാണല്ലോ. ദിവസവും പോലീസ് എന്ന് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. വീക്കിലി റിപ്പോർട്ട് പോലും എന്നെ കാണിക്കുന്നില്ല. ഫയലും ഫോണും വയർലെസ്സും എല്ലാം മാറ്റി.
മുഖ്യമന്ത്രി എന്ത് ചെയ്തു, ചെയ്യുന്നു, ചെയ്യാൻ പോകുന്നു ഒന്നും ഡി ജി പിയോട് പറയേണ്ടെന്ന റോഡ് ഹൗസിന്റെ ഉത്തരവ്. എന്തിന്? സല്യൂട്ട് പോലും ഇല്ല ഡി ജി പിക്ക്. ആരുടെ ആറി കത്തുകയാണ്. കത്തിക്കാൻ അവന്റെ കൂടെ കുറെ മൈഗുണാശന്മാര്. ആ കാട്ടുതീയിൽ ആരൊക്കെ കിടന്ന് പോകുമെന്ന് മാത്രം ഈ നോക്കിയാൽ മതി. അവന്റെ വെറുമൊരു നിഴലാട്ടം കണ്ടപ്പോഴേക്കും താനിങ്ങനെ പേടിച്ചാലോ? നിഴലാട്ടം ഇതാണെങ്കിൽ അവന്റെ താണ്ഡവം കാണാൻ ഞാൻ ഉണ്ടാവില്ല. ഉണ്ടാകും. താനും ഞാനും ബാക്കി ഉണ്ടാകും. അവൻ നമ്മളെ വീഴ്ത്തുന്നതിന്റെ ഓരോ ദിവസം മുമ്പെങ്കിലും ഞാൻ അവനെ വീഴ്ത്തും. താൻ ധൈര്യമായി പോകല്ലേ? അറസ്റ്റ് ചെയ്യുന്നത് ഏതെല്ലാം കുറ്റങ്ങൾക്കാണെന്ന് അറിയണ്ടേ സാറിന്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരുമാതിരി കണാപ്പ് വർത്താനം പറയരുത്. അറിയത്തില്ലെന്നു. തിരുമുൽപ്പാടനെ കൊല്ലാൻ താൻ കൂട്ടുനിന്നു. പവറോണിന്റെ എല്ലാ ചീറ്റിങ്ങിലും സാറ് കൂട്ടുനിന്നു. കണക്കിൽ കൊള്ളാത്ത സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി. തിരുവനന്തപുരത്ത് ഒരു പഴയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലതുകാല് താൻ ഇരുമ്പുകാലാക്കി. പ്രതാപവർമ്മ കളിച്ച എല്ലാ ഫൗൾ പ്ലേയിലും ഒരു ഫ്രോഡ് റെഫറിയുടെ റോളായിരുന്നു സാറിന്. വളരെ വൈകിപ്പോയി. ഇനി ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാറിന് കഴിയില്ല. പറയൂ, സാർ മായാപ്പിള്ള എങ്ങനെയാണ് കൊന്നത്? ഞാനല്ല മായയെ കൊന്നത്. പിന്നെ ആരാ എന്റെ പിള്ളാച്ച? മൂസയാണ് കൊന്നത്. എന്നിട്ടത് ആത്മഹത്യയാക്കി മാറ്റി. ഞാനപ്പോ ആറ്റിങ്ങ ടീമിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം നടന്നു കഴിഞ്ഞു. വെറുതെ തലച്ചോറ് പുഴുങ്ങണ്ട. തന്റെ ഈ ഡിറ്റക്റ്റീവ് കഥ കേൾക്കാനുള്ള സമയമോ സൗകര്യമോ ഞങ്ങൾക്കില്ല. എന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയാം. മായയെ കൊന്നത് നിങ്ങൾ തന്നെയാണ് സാർ. അന്ന് സാർ ആറ്റിങ്ങൽ ടിവിയിൽ പോയിട്ടില്ല, അവിടെ താമസിച്ചിട്ടുമില്ല. നിങ്ങൾക്കെതിരായുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിവാഹിതയായ മായാപ്പിള്ളയിൽ നിങ്ങൾക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. പല രാത്രികളിലും നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട്. വിവാഹ അഭ്യർത്ഥന വരെ നടത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അവൾ എതിർത്തു. അവളെ മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ മൂക്കിന് താഴെ തന്നെ കമ്മീഷണറായിരുത്തി നിങ്ങൾ അവളെ കണ്ടാസ്വദിക്കുകയായിരുന്നു. ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ സാർ ഉച്ചിയിൽ കയറ്റി വെച്ച് വളർത്തുന്ന ഒരേ ഒരു മോളുണ്ടല്ലോ, അതിനെ ഇവർക്ക് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം ഒന്ന് പറയാം. സംഭവം നടന്ന രാത്രി ഞാൻ മായാപ്പിള്ളയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് മായോട് ഇന്നല്ല ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. സത്യം പറയാമല്ലോ. പൗറോൺ ഗസ്റ്റ് ഹൗസ് വെച്ച് ഞാൻ മായൽപ്പ റാഷായിട്ട് സംസാരിച്ചു. അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്ലീസ് മായേ, ഒരു DGP ഇത്ര അടുപ്പിക്കാൻ പാടില്ല. DGPക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇനി ഇതിനെക്കുള്ള എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കാലം കൊണ്ട് മായേ ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു 1000 വട്ടം ആവർത്തിച്ചാലും എന്റെ ഉത്തരം ഞാനായിരിക്കും. അല്ല, മായയുടെ കണ്ണിൽ എനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 48 അതോ ഒരു കുട്ടിയുടെ അച്ഛനായത്, അതോ 2ാം കെട്ടുകാരനാണെന്നോ? ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായി കളഞ്ഞാലും എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ബിഗ് സീറോ ആണ്. അടുത്ത പ്രാവശ്യം മുഖത്ത് കാറി തുപ്പിയിട്ടും ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിങ്ങളൊരു പുരുഷനാണോ? ഇനി നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിന്നെപ്പോലത്തെ ഒരു നത്തോലി കമ്മീഷണർ എന്നെ വളർത്താനാടി? കാണാൻ നല്ല ഗുമ്മുള്ളൊരു ശരീരം, അതിനോട് ഭാര്യ വലിച്ച് എനിക്കൊരു ഭ്രമം തോന്നി. അതിന് നീ എന്നെ ഒരുപാട് നാള് പാട്ട പൊട്ടിച്ചു. ഇനി നിന്നെ ഇവിടുന്ന് പ്രശ്നം. പന്നീന്റെ പോലെ ഈ അലാക്കിലെ ഓടിപ്പ് നിങ്ങളായിരുന്നു. നിങ്ങളുടെ മോന്താണിപ്പോ ഒരുമാതിരി ജിമ്മിനെ കണ്ട മാതിരി. കാര്യം പറയടോ. അവള് മരിച്ചു. നിങ്ങൾ ആരെങ്കിലും പൊക്കിയ? വയസ്സെത്ര? 14 16? കമ്മീഷണർ മായാപ്പിള്ള മരിച്ചു. കൊന്നോടോ പിള്ളേ? കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലടോ. അവള് ബലം പിടിച്ചപ്പോ ഒരു കയ്യമിത്തം പറ്റിയതാ. നിങ്ങളുടെ ഒടുക്കത്തെ ആർത്തി കണ്ടപ്പോഴേ നമ്മൾ കരുതിയതാ ഇതിങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം അല്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ബേജാറാണ്ടിരിക്കൂ. ഓട മയത്തിന്റെ ചെറിയൊരു ഡെക്കറേഷൻ, സംഗതി ആത്മഹത്യ. എന്തേ
എന്നെ കൊണ്ടൊന്നും വയ്യ. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചോന്ന് ഒക്കെ നമ്മളേറ്റുന്നു. കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ 2 എണ്ണം കൂടെ വീശിയിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും. ആദ്യം ഒന്ന് ഞെട്ടണം. എന്നിട്ട് ഷർട്ടും മേലൊരു കറുത്ത തുണിയും കുത്തി ചുണ്ടും വിറപ്പിച്ച് ഓടെ വീട്ടിലോട്ടങ്ങ് പോയാൽ മതി. നിങ്ങൾ കേറിപ്പോയില്ലേ? ഞാൻ കേറുന്നു. പിറ്റേന്ന് മായാപ്പിൽ ആത്മഹത്യ ചെയ്തു എന്ന് വാർത്തയായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത്. കയ്യിൽ ഹാങ്കപ്പ് പതിഞ്ഞ് വെയിൽ മുറിച്ച് മരിച്ചു കിടക്കുന്ന മായയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൊലക്കുറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മൂസ തെളിവെല്ലാം വായിച്ചിരുന്നു. ഞാൻ പറഞ്ഞ സത്യമല്ല സാർ. മായ കൊന്നത് ഞാൻ തന്നെയാണ്. DGP വിശ്വസിച്ചിരിക്കുന്നത് അയാളുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിൽ കട്ടിലിൽ തലയടിച്ച് അവർ മരണപ്പെട്ടു. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് മൂസ പിള്ളയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. DGP പിള്ള അവിടെ നിന്ന് പോകുന്നതിനും മൂസ മായാപ്പിള്ളയുടെ വീട്ടിൽ ചെന്നതിനും ഇടയ്ക്കാവണം യഥാർത്ഥ കൊലയാളി അവിടെ വന്ന് പോയിട്ടുണ്ടാവുക. അപ്പോ മൂസയെ കിട്ടിയാൽ ഇതിന്റെ സത്യം അറിയാം. ഇതിലും വേണം ജയിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുക. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനിച്ചു. ഒന്ന് തുള്ളാന്നില്ലടോ കാക്ക. അല്ലെങ്കിൽ താൻ അവന്റെ മറ്റേടത്തേക്കല്ലേ തന്റെ ശ്വാസം മുട്ടൽ അവൻ മാറ്റി തരും. ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുക. നേരെ ഒരു വറ്റിറങ്ങുന്നില്ല എനിക്ക്. അരിയെത്തിയാൽ പിന്നെ വറ്റിറങ്ങാൻ പ്രയാസമായിരിക്കും മൂസ. പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിയ അവരിടിച്ചു പിരിയും. എന്റെ ശരീരം വേദനിച്ച എല്ലാരെയും നമ്മൾ അറിയിപ്പിക്കും. അതിനുമുമ്പ് നമ്മളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ മൂസയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടെ അവൻ മുട്ടുകിട്ടും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മൂസയെ പിന്നെയും ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? തനിക്കും അപ്പം എനിക്കും. അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഗ്വാളിയർ പാലസിലോ മൈസൂർ പാലസിലോ എങ്ങോട്ടെങ്കിലും നമ്മളെ മാറ്റിയാൽ മതിയെന്ന്. പക്ഷേ തമ്പ്ര ഒന്നോർക്കണം, 1-2 കോടി രൂപയുടെ ലാഭമല്ല നമ്മൾ ഉണ്ടാക്കി തകർക്കുന്നത്. പാലസിലാണെങ്കിലും പണം വേണം ജീവിക്കാൻ. പക്ഷെ പിണത്തിന് ജീവിക്കാൻ പണം വേണ്ട മൂസയെ. സാഹിബിന് പോലീസുകാർ തല്ലിക്കൊന്ന് കൊണ്ടിട്ട് വേണം അവിടെ. അല്ലാതെ യുവമാരുടെ കാര്യം ഉണ്ടായിരുന്ന സാഹിബ് എങ്ങനെ ഇവിടെ കത്തിയെടുക്കും? പറയടാ, നിന്റെയൊക്കെ കൈ കൊണ്ടല്ലേ ഞങ്ങളുടെ സാഹിബിനെ അടിച്ചു കൊന്നത്? കൈ